पोषणक्षमदा मम वचनातीता सुन्दरसुरभाषा मुनिवर विकसित कविवर विलसित मञ्जुळ मञ्जूषा सुन्दरसुरभाषा वेदव्यास वाल्मीकि मुनीनां कालिदास बाणादिकवीनां पौराणिक सामान्य जनानां जीवनस्य आशा सुन्दरसुरभाषा मुनिवर विकसित कविवर विलसित मञ्जुळ मञ्जूषा सुरभाषा श्रुति सुख निनदे सकल प्रमोदे स्मृतिविद वरदे सरस विनोदे गतिमति प्रेरक काव्य विशारदे तव संस्कृतिरेषा सुन्दर सुरभाषा मुनिवर विकसित कविवर विलसित मञ्जुळ मञ्जूषा सुन्दर सुरभाषा नवरस रुचिरालङ्कृति धारा वेद विषय वेदान्त विचार वैद्य व्योम शास्त्रादि विहार विजयते धराया सुन्दर सुरभाषा मुनिवर विकसित कविवर विलसित मञ्जुळ मञ्जूषा सुन्दर सुरभाषा सुन्दर सुरभाषा सुन्दर सुरभाषा എന്താണ് സംസ്കൃത ഭാഷയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം നൽകുവാനുള്ള കാരണം? മറ്റ് ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്കൃതത്തിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടി വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ ഉള്ള നമ്മുടെ സംസ്കൃത പഠനം നമ്മുടെ സർക്കാർ ആരംഭിച്ചിട്ടുള്ളതാണ്. 1ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയും ഗവൺമെന്റ് ആരംഭിച്ചു. നമ്മളിൽ പലർക്കും ആ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ മത്സര പരിപാടികൾ സംസ്കൃതത്തിന് വേണ്ടി സംഘടിപ്പിക്കുകയും സംസ്കൃത പരിപാടികൾ മത്സരിച്ച് അതില് സമ്മാനങ്ങൾ കരസ്ഥമാക്കാനും ഒരുപാട് പ്രതിഭകൾക്ക് സാധിച്ചിട്ടുമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ രീതിയിൽ സംസ്കൃതത്തെ എങ്ങനെ ഒക്കെ നടത്താൻ വേണ്ടി സാധിക്കും, എങ്ങനെയൊക്കെ സംസ്കൃത പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കും, ആ രീതിയിലൊക്കെ തന്നെ നമുക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ കേവലം പാഠപുസ്തകത്തിലെ സംസ്കൃതം നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള അവസരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്കൃതത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ ഈ ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധിക്കണം.
ഇന്നത്തെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതരായ വ്യക്തികളാണ്. ഇന്നത്തെ നമ്മുടെ മട്ടന്നൂർ MLA ശൈലജ ടീച്ചർ ഇന്നത്തെ പരിപാടിയിൽ നമ്മളോടൊപ്പം സംവദിക്കുന്നുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ടീച്ചറാണ്. അതോടൊപ്പം നിങ്ങളോട് ഈ പരിപാടിയിൽ സംസാരിക്കുന്നത് തലശ്ശേരിയിലുള്ള നമ്മുടെ സംസ്കൃത അധ്യാപകൻ, ഇന്ന് കേരളം മുഴുവൻ സംസ്കൃത ലോകത്ത് പ്രസിദ്ധനായ വിക്ടേഴ്സ് ചാനലിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം അനുഭവിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്കൃത ശ്ലോകങ്ങളും അതുപോലെ ഗീതങ്ങളുമെല്ലാം വിക്ടേഴ്സ് ചാനലിൽ ആലപിക്കുന്നത് ശ്രീ CR ശ്രീകുമാർ മാസ്റ്ററാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ പരിപാടിയിൽ നിങ്ങളോട് മുഖ്യ ഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കും. ശ്രീകുമാർ മാസ്റ്റർ വളരെ പ്രതിഭാധനനായ, തന്റെ മക്കളെ സംസ്കൃതം പഠിപ്പിക്കുകയും അതോടൊപ്പം സംസ്കൃത കലകളിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹീത കലാകാരൻ കൂടിയാണ്. മാഷിന്റെ ശബ്ദവും ആ അനുഭവവും നമുക്കിവിടെ കേൾക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം നമ്മുടെ ഈ വേദിയിൽ അധ്യക്ഷ ഭാഷണം നടത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഹെഡ് മിസ്ട്രസ് ശ്രീ KK ലീന ടീച്ചറാണ്. ലീന ടീച്ചർ നമ്മുടെ സംസ്കൃത പ്രവർത്തനങ്ങളിൽ വളരെ വലിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിഞ്ഞ രാമായണ മാസ ആചരണവുമായി ബന്ധപ്പെട്ടുള്ള ക്വിസ് മത്സരവും അതുപോലെ നമ്മൾ നടത്തിയിട്ടുള്ള രാമായണ പാരായണ മത്സരവും ഇതിന്റെയൊക്കെ റിസൾട്ട് ഈ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ അറിയിക്കും. വളരെ നല്ല രീതിയിലുള്ള പരിപാടികൾ നടത്തുന്നതിന് നമ്മുടെ ലീന ടീച്ചർ നമ്മളെ ഒരുപാട് സഹായിച്ച് കാര്യങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ടീച്ചറുടെ സാന്നിധ്യം നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഓൺലൈൻ മാധ്യമത്തിലൂടെ കൂടിച്ചേരുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ മീറ്റിംഗിൽ നമുക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബഹുമാനപ്പെട്ട MLA KK ശൈലജ ടീച്ചറെ നമുക്ക് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിൽ അർത്ഥമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പരിപാടിയിൽ സംസാരിക്കാൻ എത്തിയിട്ടുള്ള ശ്രീകുമാർ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി KK ലീന ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന നമ്മുടെ സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ കൂടിയായ ശ്രീ MI വിഷ്ണു മാസ്റ്റർ, അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും, നിങ്ങളാണ് ഈ പരിപാടിയുടെ ആസ്വാദകർ, നിങ്ങളാണ് ഈ പരിപാടി വിജയിപ്പിക്കുന്നവർ. നിങ്ങളേവരെയും ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലൂടെ ആരംഭിക്കാം. സിയാര പ്രാർത്ഥന ആലപിക്കുന്നു. ആദ്യമായി പ്രാർത്ഥന, എല്ലാവരും നേരെ ഇരിക്കുക, ശബ്ദമില്ലാതെ ഇരിക്കുക. പരിപാടി ആരംഭിക്കുകയാണ്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപ കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്ക്
ദൈവമേ നിത്യവും നിൻ കൃപകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും ഏകണേ ഞങ്ങൾക്കെപ്പോഴും ഏകണേ ഞങ്ങൾക്കെപ്പോഴും. അടുത്തതായി അധ്യക്ഷ ഭാഷണമാണ്. അധ്യക്ഷ ഭാഷണം നടത്തുന്നത് നമ്മുടെ വിദ്യാലയത്തിന്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി KK ലീന ടീച്ചറാണ്. ലീന ടീച്ചർ സംസ്കൃതത്തിൽ തന്നെ നമ്മളോട് വാക്കുകൾ ആരംഭിച്ചു തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചറുടെ അധ്യക്ഷ പ്രസംഗത്തിന് നമ്മളേവരും അധ്യക്ഷ പ്രസംഗം ശ്രവിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ആദരപൂർവ്വം ലീന ടീച്ചറെ അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. सर्वेषां विनीत नमस्कारः. योगस्य उद्घाटक अस्माकं नियमसभा सामाजिका तथा पूर्वतन आरोग्यमन्त्री श्रीमती KK शैलजा महाभागः, विद्यालय समितेः अध्यक्षः श्री कृष्णकुमार कण्णोत् महोदयः, अस्माकं मुख्यप्रभाषकः श्री CR श्रीकुमार महोदयः, मम प्रियाः छात्राः सर्वेषां विनीत नमस्कारः. अद्य अस्माकं विद्यालय संस्कृतदिनाघोषः प्रचलति. श्रावणपूर्णिमा संस्कृतदिनं भवति. भाषाणां माता भवति संस्कृतम्. एषा सरला भाषा भवति. सांस्कृतिकः भाषा भवति संस्कृतम्. विश्वे बहवः भाषाः सन्ति. तत्र अतिप्राचीना तथा विज्ञानवाहिनी च भवति संस्कृतम्. एतस्याः भाषायाः पठनेन सुन्दर संस्कारयुक्त जीवनं प्राप्नुवन्तु इति प्रार्थनाया ആരംഭയാമ. സംസ്കൃതത്തിൽ എനിക്ക് ഒട്ടും തന്നെ പ്രാവീണ്യമില്ലെങ്കിലും ആ മഹത്തായ ഭാഷയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത്. വിരലിലെണ്ണാവുന്ന ചില ചെറിയ പ്രദേശങ്ങളിൽ ഒഴികെ ഇന്ത്യയിൽ എവിടെയും സംസ്കൃതം ഇന്നൊരു സംസാര ഭാഷയല്ല. എങ്കിലും സംസ്കൃതത്തിന്റെ സ്വാധീനം മിക്ക ഭാഷകളിലും ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ മാതൃഭാഷയായ മലയാളം തന്നെ തമിഴിൽ സംസ്കൃതം യഥേഷ്ടം ചേർത്തുണ്ടാക്കിയ ഒരു ഉത്കൃഷ്ട വിഭവമാണ് എന്നതിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാം. ഈ ആധുനിക കാലഘട്ടത്തിൽ സംസ്കൃതത്തിന്റെ പ്രസക്തിയും ഉപയോഗവും വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കുമുള്ള ഉത്തേജനം ഇന്നത്തെ ഈ ദിനാചരണം പ്രദാനം ചെയ്യും എന്ന ഉത്തമ വിശ്വാസത്തോടെ എന്റെ ഈ അധ്യക്ഷ ഭാഷണം ഇവിടെ നിർത്തട്ടെ. നമസ്കാരം. അടുത്തതായി നമ്മുടെ ഉദ്ഘാടന ഭാഷണമാണ്. ഉദ്ഘാടന ഭാഷണം നടത്തുന്നത് നമ്മളേവരും കാത്തിരിക്കുന്ന മട്ടന്നൂർ MLA ശ്രീമതി KK ശൈലജ ടീച്ചർ അവർകളാണ്. ടീച്ചറെ ആദരപൂർവം ഈ വേദിയിലേക്ക് മഹസ്വാണി സംസ്കൃതം ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മഹസ്വാണി സംസ്കൃതം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംസ്കൃത ദിനാഘോഷം നടത്തുകയാണ്. ശ്രാവണികം 2021 എന്ന പേരിലാണ് സംസ്കൃത ദിനാഘോഷം നടത്തുന്നത്. സംസ്കൃത ഭാഷയുടെ പ്രത്യേകതയെക്കുറിച്ചും സാധ്യതയെക്കുറിച്ചും ഈ ദിനാഘോഷത്തിൻ്റെ വേളകളിൽ കൂടുതലായിട്ട് വ്യക്തമാക്കപ്പെടും. നമ്മുടെ സ്കൂളുകളിൽ സംസ്കൃതം പഠിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ ഭാഷകളിൽ ഒന്നാണ് സംസ്കൃതം. ഇത് ഇന്തോ ആര്യൻ ഭാഷകളുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്തോ യൂറോപ്യൻ, ഇന്തോ ആര്യൻ തുടങ്ങി ഒരു വിവിധ വിഭാഗങ്ങളായിട്ട് വളരെയേറെ ഭാഷകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്.
6800-ലേറെ ഭാഷകൾ ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം കണക്കാക്കുന്നത്. നമ്മുടെ രാജ്യമാണെങ്കിൽ ഭാഷകളുടെ ഒരു കലവറ തന്നെയാണ്. 1600-ലേറെ ഭാഷകൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. നാനാ പ്രദേശങ്ങളിലും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളം തന്നെ ഓരോ ജില്ലയിലും വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിക്കുന്നത്. കർണാടകയുടെ അതിരുകളിൽ കന്നഡ കൂടി ചേർന്ന മലയാളമാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ തന്നെ വ്യത്യസ്ത ഭാഷ, മലയാളത്തിൽ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള ഭാഷ സംസാരിക്കുന്നതായി കാണാം. തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിൽ തമിഴുമായി ചേർന്ന മലയാളവും തമിഴുമെല്ലാം ചേർന്ന ഭാഷ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യരുടെ ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്. തുടക്കത്തിൽ ആംഗ്യഭാഷകളിലൂടെ ഒക്കെയാണ് മനുഷ്യൻ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മാത്രമല്ല, ചിത്രലിപികളിലൂടെയും കാര്യങ്ങൾ മനുഷ്യൻ വ്യക്തമാക്കിയിരുന്നു. ഒന്നിച്ച് നൊമാഡിക്കായിട്ട് നയാടികളായി കാട്ടിൽ ഒരുമിച്ച് ഇരതേടിയും ഒരുമിച്ച് താമസിച്ചും ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ആഹാരം തേടി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്ത ആദിമ മനുഷ്യർ, അവർ വ്യക്തമായ ഭാഷ രൂപപ്പെട്ടു വരുന്നതിന് മുമ്പേ അവർ ചിലപ്പോൾ ഈ ഉയർന്ന പ്രദേശങ്ങളിലും പാറപ്പുറത്തും എല്ലാം കല്ലുകൾ കൊണ്ട് കോറിയിട്ട് അവർ കണ്ട കാട്ടുമൃഗങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ അതിനെ കീഴടക്കേണ്ടുന്ന രീതിയും എല്ലാം തന്നെ കല്ലുകളിലും ചുമരുകളിലുമൊക്കെ കോറിയിടുന്ന ഏർപ്പാടുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ കണ്ടിട്ടുണ്ട്. പിന്നീടാണ് സംസാര ഭാഷ രൂപപ്പെട്ടു വന്നത്. അത് ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് ഭാഷ. അങ്ങനെ രൂപപ്പെട്ടു വന്ന പലവിധ ഭാഷകൾ പല പ്രദേശത്തും പല രീതിയിലാണ് ഈ ശബ്ദം ഭാഷകളായും ലിപികളായും ഒക്കെ മാറിയത്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രാചീനമായ ഭാഷ, ഒരുപക്ഷെ മറ്റ് ലാറ്റിൻ, ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളേക്കാൾ പഴക്കമുണ്ട് എന്ന് കരുതുന്ന ഏറ്റവും പഴയ ഭാഷകളിലൊന്നായിട്ടുള്ള, പ്രാചീന ഭാഷകളിലൊന്നായിട്ടുള്ള സംസ്കൃതം പരിപാലിക്കപ്പെടേണ്ടത്, നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. സുന്ദരമായിട്ടുള്ളൊരു ഭാഷയാണ് സംസ്കൃതം. എന്നാൽ സംസ്കൃതം ഈ പഴയ പുരാണ ഇതിഹാസങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതപ്പെട്ടത് കുറേയേറെ സംസ്കൃത ഭാഷയിലാണ് എന്ന് വന്നതിനാൽ അന്ന് ഈ വർഷങ്ങൾക്ക് മുമ്പ്, ദശകങ്ങൾക്ക് മുമ്പ് ഈ വിദ്യയൊക്കെ സമ്പന്നരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നതിനാലും അതൊരു സംസാര ഭാഷയായിട്ട് രൂപപ്പെട്ടു വന്നില്ല എന്നുള്ളതാണ് സംസ്കൃതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത്. കേരളത്തിൽ തന്നെ കേരളമായി രൂപം കൊള്ളുന്നതിന് മുമ്പ് പഴയ മലബാറിലൊക്കെ തന്നെ വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം 30കളിലും 40കളിലും ഒക്കെ തന്നെ അത് ഭൂവുടമകൾക്കായിരുന്നു എന്നുള്ളതാണ്. അവർ ആണ് എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ ആളുകൾ, അധിപന്മാർ. സാധാരണക്കാർക്ക് എഴുതാനോ വായിക്കാനോ പാടില്ല. ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജിയെ എന്ന ഒരു ചൊല്ല് തന്നെ സംസ്കൃതത്തിൽ ഉണ്ടായിരുന്നു. ശൂദ്രൻ അക്ഷരം പഠിക്കരുത്, ശൂദ്രനെ അക്ഷരം പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ അക്ഷരം പഠിക്കാൻ ശ്രമിച്ചാൽ അവനെ ദൂരെ മാറ്റി നിർത്തണം, ഒരുപക്ഷെ കൊന്നുകളയണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അക്ഷരം ഉച്ചരിക്കുന്നത് കേട്ടാൽ ശൂദ്രന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുക, അക്ഷരം ഉച്ചരിച്ചാൽ നാക്ക് പിഴുതു കളയുക തുടങ്ങിയിട്ടുള്ള വലിയ ശൂദ്രദണ്ഡ നീതികളും പറഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സംസ്കൃതം അന്നത്തെ സവർണരുടെ അതുപോലെ തന്നെ സാമ്പത്തികാധിപത്യമുള്ളവരുടെ വിശിഷ്ട ഭാഷയായിട്ട് കണക്കാക്കി അതിനെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സംസ്കൃതം സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ധാരാളമായിട്ട് വന്നില്ല. അവർക്ക് അത് ഉച്ചരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പരസ്പരം സംസാരിക്കാൻ അതൊരു വിശിഷ്ട ഭാഷയാണ്. ദേവനാഗരി, ബ്രഹ്മി തുടങ്ങിയിട്ടുള്ള പ്രത്യേക ലിപികളിലൊക്കെ എഴുതപ്പെടുമ്പോൾ അതെല്ലാം തന്നെ ദേവഭാഷയായിട്ട് അല്ലെങ്കിൽ ദൈവങ്ങളെ പ്രകീർത്തിക്കാനുള്ള ഭാഷയായിട്ട് കണക്കാക്കണം എന്നൊരു സങ്കല്പത്തിലേക്ക് വരികയും ചെയ്തതുകൊണ്ടാവണം സംസ്കൃതം സാധാരണക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയായിട്ട് മാറാതിരുന്നത്. ചെറിയ ശതമാനം, 1% ആളുകളോ മറ്റോ ആണ് സംസ്കൃത ഭാഷ സംസാരിക്കുന്നവരായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. സംസ്കൃതത്തിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രശസ്തങ്ങളായിട്ടുള്ള പുരാണ ഇതിഹാസങ്ങളും അതുപോലെ തന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം വായിച്ച് തർജ്ജമ ചെയ്തും അല്ലെങ്കിൽ സംസ്കൃതം തന്നെ പഠിച്ച് അവ കൈകാര്യം ചെയ്തും നമ്മുടെ നാട്ടിന് മുതൽക്കൂട്ടാക്കിയിട്ട് മാറ്റേണ്ടതാണ്. ഇപ്പോഴും ചിലർ സംസ്കൃതത്തെ എന്തോ ദൈവവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു ഭാഷയായിട്ട് ഒതുക്കി വെക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ റിസൈറ്റ് ചെയ്യാനുള്ള, ചൊല്ലാനുള്ള ശ്ലോകങ്ങളും മറ്റുമായിട്ട് സംസ്കൃതത്തെ അങ്ങനെ മാത്രം മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നത് നമുക്കിപ്പോൾ റേഡിയോയിൽ സംസ്കൃത ഭാഷയിൽ വാർത്ത പ്രക്ഷേപണം ചെയ്യും. അത് നമ്മളൊരു പ്രത്യേക ചെറിയൊരു സമയത്തേക്കാണെങ്കിലും സുന്ദരമായിട്ടുള്ള ഒന്നാണ് സംസ്കൃതത്തിലുള്ള വാർത്താ വായന.
കേൾക്കാൻ എല്ലാവർക്കും ഇമ്പമുള്ളതാണത്. അപ്പോൾ ആ സമയത്താണ്, അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിലാണ് സംസ്കൃതം പൊതുവായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്നു എന്ന് നമുക്ക് അനുഭവത്തിൽ വരുന്നത്. സംസ്കൃതം പഠിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്, സന്തോഷമാണ്. സംസ്കൃതവും അറബിയും എല്ലാം പഠിക്കാൻ കഴിയുന്നത് ഒരു നല്ല കാര്യമാണ്, അറബിക് ഭാഷയൊക്കെ. എനിക്ക് ചെറുപ്പത്തിൽ സംസ്കൃതം പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് എന്തോ ആ സമയത്ത് തയ്യാറായില്ല, സാധിച്ചില്ല. എങ്കിലും സംസ്കൃത ശ്ലോകങ്ങൾ, അത് സംസ്കൃതം അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ സംസ്കൃതത്തെക്കുറിച്ച് കുറേ അറിയുന്നത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ ചൊല്ലുക എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഭഗവത്ഗീതയിലൊക്കെ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനാം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ പഠിക്കാൻ വലിയ സന്തോഷമാണ് നമുക്ക് അത് പഠിച്ചിട്ട് ചെല്ലുക. അത് ഭക്തിപരമായിട്ടുള്ളത് മാത്രമല്ല, അങ്ങനെ അല്ലാത്ത ഒരുപാട് ശ്ലോകങ്ങളും ഉണ്ട്. അതെല്ലാം തന്നെ പഠിക്കാൻ കഴിയുക, അത് വീണ്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് മനഃപ്പാഠമാക്കിയിട്ട് ചൊല്ലാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിനും വലിയൊരു ദൃഢത ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വളരെ നല്ല കാര്യമാണ്. ഏത് ഭാഷ പഠിക്കുന്നതും അതിൻ്റെതായിട്ടുള്ളൊരു സൗന്ദര്യമുണ്ട് ഭാഷകൾ പഠിക്കുന്നതിൽ. അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭാഷകളൊക്കെ അവർ പഠിക്കട്ടെ, നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും സ്കൂളുകളിൽ സംസ്കൃതം അധ്യാപകരുടെ പോസ്റ്റ് നിലനിർത്തുക എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ഇത് സംസ്കൃതത്തിന് ചേരാൻ പ്രേരിപ്പിക്കുക, ചിലയിടത്തെങ്കിലും, എല്ലായിടത്തും ഒന്നും പറയുന്നില്ല. പക്ഷെ അതിന് പകരം ഈ ഭാഷയുടെ സൗന്ദര്യവും ഭാഷയുടെ ഒരു ആകർഷണീയതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും പ്രാചീനമായ ഭാഷ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് താല്പര്യം ജനിപ്പിച്ച് സംസ്കൃത പഠനത്തിന് വേണ്ടി കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് വളരെ ഉചിതമായിരിക്കും എന്നാണ്. ഒട്ടേറെ കുട്ടികൾ അങ്ങനെ വലിയ ആകർഷണത്തോടു കൂടി തന്നെ സംസ്കൃതം പഠിക്കാൻ വേണ്ടി വരുമെന്ന് കരുതുന്നു. അതുകൊണ്ട് മഹസ്വാണി സംസ്കൃതം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രാവണികം 2021 എന്ന പരിപാടി വളരെ നല്ല രീതിയിലാവട്ടെ. കൂടുതൽ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ക്ലാസ്സിൽ ചേരുന്നതിനും സംസ്കൃതം പഠിക്കുന്നതിനുള്ള താല്പര്യമുണ്ടാകട്ടെ, അവരെ നന്നായിട്ട് പഠിപ്പിക്കാൻ അധ്യാപകർക്ക് സാധിക്കട്ടെ എന്ന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ശ്രാവണികം 2021 ശ്രാവണ പൂർണിമ, അതാണ് സംസ്കൃത ദിനമായിട്ട് ആചരിക്കുന്നത്. ശ്രാവണ പൂർണിമ ആഘോഷത്തിനും സംസ്കൃത ദിനാഘോഷത്തിൻ്റെയും തുടക്കം കുറിക്കുന്നതായി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ തിരക്കുകൾക്കിടയിൽ നമ്മളോട് ഇത്രയും നേരം സംസാരിക്കുവാൻ നമ്മുടെ ബഹുമാന്യായ MLA സമയം കണ്ടെത്തി. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ തന്നെ മുൻ ആരോഗ്യമന്ത്രി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന സമയത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്യുകയും നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ന് നമ്മോടൊപ്പം നിൽക്കുന്ന മഹത്തായ വ്യക്തി കൂടിയാണ് ശ്രീ ശൈല ടീച്ചർ. ടീച്ചറോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നമുക്ക് വേണ്ട സംസ്കൃതത്തിന്റെ സന്ദേശം, സംസ്കൃതത്തിന്റെ സരളത, സംസ്കൃതവും മറ്റ് ശാസ്ത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ, നമ്മുടെ പാഠപുസ്തക സംബന്ധമായ വിഷയങ്ങളുടെ പ്രാധാന്യങ്ങളെക്കുറിച്ചും സംസ്കൃതം പഠിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ നമ്മളോട് വളരെ സുന്ദരമായ ഭാഷയിൽ സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ CR ശ്രീകുമാർ മാസ്റ്ററെ ക്ഷണിക്കുകയാണ്. മാഷ് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ മാഷ് ഇവിടെ ലൈറ്റ് വിക്ടേഴ്സിൽ നമുക്ക് പരിചിതനാണ്. നമ്മുടെ സംസ്കൃത അക്കാദമിക് കൗൺസിലിന്റെ സെക്രട്ടറി കൂടിയാണ് മാഷ്. സ്നേഹപൂർവ്വം ആദരപൂർവ്വം ശ്രീകുമാർ മാഷെ ക്ഷണിക്കുകയാണ്. ബാക്കി എല്ലാവരും സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കുക. സാറിന്റെ ഭാഷണം നമുക്ക് ശ്രവിക്കാം. വിഭൂഷയന്തി പുരുഷം ഹാരാമ ചന്ദ്രോജ്വല ന സ്നാനം
ന വിലേപനം ന കുസുമം പാണ്യേകാ സമലംകരോതി പുരുഷം യാ സംസ്കൃതാ ധാര്യത്തെ ക്ഷീയന്തെ ഖലു ഭൂഷണാനി തദന്യേ വാഗ്ഭൂഷണം ഭൂഷണം വാഗ്ഭൂഷണം എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സംസാരിച്ച വളരെ പ്രൗഢമായ 2 ഭാഷണങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഒരു ഭാഷണം വളരെ സുന്ദരമായ സംസ്കൃതത്തിലും തുടർന്ന് മലയാളത്തിലുമാണ്. ആ രീതിക്ക് മണിപ്രവാളം എന്നാണ് പറയുന്നത്. ഭാഷയും സംസ്കൃതവും ഇടകലർത്തിക്കൊണ്ട് പ്രയോഗിക്കുന്ന രീതിയെ മണിപ്രവാളം എന്നാണ് പറയുന്നത്. മണിപ്രവാള രീതിയിലുള്ള ഒരു നല്ല പ്രസംഗം നമ്മൾ കേട്ടു. തുടർന്ന് നമ്മൾ കേട്ടത് സംസ്കൃതത്തിന്റെ മാഹാത്മ്യത്തെയും അതിൻ്റെ ചരിത്രത്തെയും അതിൻ്റെ ആധുനിക അവസ്ഥയെയും ഒക്കെ സ്പർശിച്ചുകൊണ്ട് കാര്യമാത്ര പ്രസക്തമായി നടത്തിയ ഒരു ഭാഷ. അതും നമ്മൾ കേട്ടു. അപ്പോ സംസ്കൃതത്തെ പറ്റി കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ് എന്നോട് പ്രിയ സുഹൃത്ത് സംസ്കൃത പ്രചാരണ പ്രോത്സാഹന പരിപാടികൾക്കായി സ്വന്തം മുഴുവൻ സമയത്തെയും ജീവിതത്തെയും തന്നെ സമർപ്പിതമാക്കി മുമ്പോട്ട് പോകുന്ന പ്രിയ സുഹൃത്ത് അനിൽചന്ദ്രൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോ കുറച്ചു നേരം നിങ്ങളോട് സംസ്കൃതവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരുപാട് ഗഹനമായ കാര്യങ്ങളിലേക്കൊന്ന് പോയില്ല. വാഗ്ഭൂഷണം ഭൂഷണം എന്നാണ് ആദ്യം ചൊല്ലിയ പ്രാർത്ഥനയുടെ അവസാനത്തെ വരി. വാഗ്ഭൂഷണം, വാക്കാണ് ഭൂഷണം. ഭൂഷണം എന്ന് വെച്ചാൽ മനുഷ്യർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്കാണ്. ഒരാളെ എന്തോരം കാണാൻ ഭംഗിയുണ്ടായിരുന്നു, എത്ര നല്ല വസ്ത്രങ്ങൾ ധരിച്ചു, എത്ര വില കൂടിയ ജീവിത സാഹചര്യത്തിൽ നിന്നുള്ള ആളായാലും അയാളുടെ വായെന്ന് പുറത്തേക്ക് വരുന്ന കാര്യം അത് മോശമാണെന്ന് വെച്ചാൽ ആകെപ്പരങ്ങളെ അതിന് യാതൊരു അയാൾക്ക് എങ്ങനെയാ ഉണ്ടാവുക, അയാളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. മനസ്സിലാവണില്ലേ? അയാള് ഒരു പ്രയോജനമില്ലാത്ത ആളാണ്. മുരിക്കും പൂ പോലെ കൊള്ളരുതാത്തവനാണ്. വലിയ കളറും ഭംഗിയും പത്രാസൊക്കെ ഉണ്ടെങ്കിലും അതിന് സുഗന്ധമില്ല അല്ലേ? അതുപോലെയാണ് നല്ല വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഒരാൾ എന്ത് സംസാരിക്കണമെന്നുള്ളതാണ്, അതാണ് അയാൾക്ക് അലങ്കാരം എന്നാണ് പറയുന്നത്. വാക്ക് അതിന് വളരെ പ്രാധാന്യമുണ്ട്. സംസ്കൃതത്തിന് എന്താ പറയാ? ദൈവീ വാക്. സംസ്കൃതം നാമ ദൈവീ വാക് അന്വാഖ്യാത മഹർഷിഭി. ദൈവങ്ങളുടെ ദേവന്മാരുടെ വാക്കാണ് സംസ്കൃതം. മഹർഷിമാരാണ് അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ആക്കി തന്നത്. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ വാക്കിന്റെ കേമത്താണ് പറയുന്നത്. സംസ്കൃതം അങ്ങനെയാണ് കൂടുതൽ. അമരവാണി അല്ലെ? അമരവാണിയാണ്. അമരന്മാരുടെ വാണിയാണ്, ദേവന്മാരുടെ വാണിയാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാല്
അമരത്വം ഉള്ള ഒരു വാണിയാണ്, ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. നശിക്കില്ല. കേൾക്കാമോ സർ? ഇപ്പോഴാണ് കുറച്ചു നേരം കേൾക്കാണ്ടായിപ്പോയി. എന്താന്ന് മനസ്സിലായില്ല. ഓക്കെ, ഞാനൊന്നും ചെയ്തില്ല. അപ്പൊ എന്തായാലും തുടരാം. കുറച്ച് ശബ്ദം കൂട്ടി പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യം, മരിക്കാത്ത ഭാഷയാണ്, അമരവാണിയാണ് എന്ന് പറയും. സംസ്കൃതം നശിക്കില്ല, അതാണ് അതിന്റെ ഒരു സവിശേഷത. എന്ന് മാത്രല്ല, മറ്റു പലതിനെയും നശിക്കാതെ സൂക്ഷിക്കാനുള്ളൊരു കഴിവ് ഈ ഭാഷയ്ക്കുണ്ട്. അതാണ് സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത. എന്തപ്പ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംസ്കൃതം എന്നാണ് ഇതിന്റെ പേര് അല്ലെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് സംസ്കൃതം. എന്താ അങ്ങനെ പറഞ്ഞ? സംസ്കൃതം എന്ന് പറഞ്ഞാൽ സംസ്കരിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ഞാൻ പണ്ടൊരിക്കൽ എൻ്റെ സ്കൂളിലെ 5ാം ക്ലാസ്സിലെ കുട്ടികളോട് എന്താണ് സംസ്കരിക്കല് എന്ന് ചോദിച്ചു. സംസ്കൃതത്തിനെ കുറിച്ച് പറയാനാ അവരുടനെ പറഞ്ഞത് കുഴിച്ചിടുക. അവര് മൃതദേഹത്തെ സംസ്കരിക്കുക എന്നുള്ളത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ശരിക്ക് എന്താണ് സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംസ്കരിക്കപ്പെട്ട, സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഏത് വസ്തുവിലെ ആയാലും അതിലെ ദോഷകരമായ ചീത്ത അംശങ്ങളെ ഒക്കെ മാറ്റി നല്ല അംശങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് അതിനെ കുറ്റമറ്റതാക്കി തീർക്കുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ സംസ്കരിച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ഭാഷ. സംസ്കൃതമല്ലാത്തതിന് എന്താ പേര് നിനക്കറിയാം? സംസ്കൃതമല്ലാത്ത ഭാഷകളെ പ്രാകൃതം. എന്താണ് പ്രാകൃതം? പ്രാകൃതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകൃതിയില് അതുപോലെ തന്നെ ഭാഷകള് ആരും ഉണ്ടാക്കിയതല്ല. നേരത്തെ ഉദ്ഘാടക ആയിട്ടുള്ള ടീച്ചറ് ടീച്ചറമ്മ പറയുന്നത് ഭാഷ ഉണ്ടായി വരുന്നത് അല്ലേ. അൾത്താമ്ര ഗുഹകളില് പണ്ട് പ്രാകൃത മനുഷ്യൻ ചിത്രങ്ങൾ കൂടി വരച്ചിട്ടിട്ട് ആ അവസ്ഥയിൽ നിന്ന് കാണുന്ന അവസ്ഥ വരെ മനുഷ്യൻ വളർന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് ഭാഷകൾ ഉണ്ടായി. അങ്ങനെ പ്രകൃതിയിൽ തന്നെ ഉണ്ടായി വന്ന ഭാഷകളെ ഒക്കെ നമ്മളെന്താ വിളിക്കുക? പ്രാകൃതം. പ്രകൃതിയിലുണ്ടായി. പക്ഷെ ഇതിന് നമ്മൾ വിളിക്കുന്നത് എന്താ? സംസ്കൃതം എന്ന്. ഇത് പ്രകൃതിയിൽ ഉണ്ടായി വന്നതല്ല, പിന്നെ ഉണ്ടാക്കിയതാ, ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഭാഷയാണ്. ഭാഷ ഉണ്ടാക്കുക. ഭാഷ എങ്ങനെയാണ് ഉണ്ടാക്കണം? ഭാഷ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ദീർഘദർശികളായിട്ടുള്ള പ്രാചീന ഋഷിശ്രേഷ്ഠര് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഭാഷ. ഭാഷ എന്തിനാണ് ഉണ്ടാക്കണേ? അതുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഭാഷ ഇല്ലേ? ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ ഭാഷ ഉള്ളപ്പോ ഇങ്ങനൊരു ഭാഷ എന്തിനാ ഉണ്ടാക്കണത് എന്താണെങ്കിൽ, പ്രകൃതിയുള്ളതിനൊക്കെ എന്തുണ്ട്? മാറ്റങ്ങളുണ്ട്, മാറിക്കൊണ്ടിരിക്കും ഇല്ലേ? ഒരകം മാറി 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 ഉണ്ടായതാണ് മനുഷ്യൻ എന്ന് പറയപ്പെടുന്നു. ചില ആളുകളുടെ സ്വഭാവം കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുകയും ചെയ്യും. പക്ഷേ ചിലത് മാറിക്കഴിഞ്ഞ അർത്ഥവും മാറാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാരണം സംസ്കൃതത്തിന് വലിയൊരു ഉദ്ദേശം. എന്താണ് ഉദ്ദേശം? അത് ഒരു സംസ്കാരത്തിനെ നമ്മുടെ കൂടെ കൊണ്ടുപോകുക, സംസ്കാരത്തെ സംരക്ഷിക്കുക.
എത്ര കാലം ഈ സംസ്കൃതം എന്ന ഭാഷ ഉണ്ടായിട്ട് അല്ലേ? ലോകത്ത് ഏറ്റവും പഴക്കമുള്ള ഭാഷകളിൽ ഒന്നാണ് സംസ്കൃതം അല്ലേ? ഏറ്റവും പ്രായം കൂടിയത് തമിഴിനാണെന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് അത്രയൊക്കെ തന്നെ പഴക്കം സംസ്കൃത ഭാഷയ്ക്കുണ്ട്. 6000-7000 കൊല്ലത്തിന് മേലെയായി ഇത് ഇതുപോലെ തന്നെ നിൽക്കണം അല്ലേ? സംസ്കൃത ഭാഷ നശിച്ചു പോകാതെ സംസ്കൃത ഭാഷയെ സംരക്ഷിക്കാൻ, സംസ്കൃത ഭാഷ ഇല്ലാതായി പോകാതിരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കും. നമുക്കൊന്നും ആവശ്യമില്ല. എന്താ വെച്ചാൽ സംസ്കൃത ഭാഷ ഒരിക്കലും ഇല്ലാണ്ടായിട്ടില്ല. കാരണം ഇത് ഇത്രയും കാലം നിലനിന്നതാണ്. ഇനിയും ഈ ഭാഷ നിലനിൽക്കും. നമ്മളൊന്നും ചിലപ്പോൾ നിലനിന്നില്ല വരും, പക്ഷെ സംസ്കൃത ഭാഷ നിലനിൽക്കും. എന്താ കാരണം? അത് നിലനിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മറ്റ് പലതിനെയും നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഭാരതത്തിന്റെ സംസ്കാരം കൈവിട്ടു പോവാതെ ഇതുപോലെ തന്നെ നിലനിർത്താൻ ഇനിയും കുറെ കാലത്തേക്ക് ഈ ഭാഷയ്ക്ക് സാധിക്കും. ഈ ഭാഷ ഉള്ളിടത്തോളം കാലം നമ്മുടെ സംസ്കാരം സുരക്ഷിതമാണ്. കാരണം എന്താണ്? ഭാരതീയമായിട്ടുള്ള എല്ലാത്തിനെയും പ്രാചീനര് എന്ത് ചെയ്തിട്ടുണ്ട്? ഉപ്പിലിട്ട് ഉണക്കി വെക്കണ പോലെ ഈ ഭാഷയില് അലിയിച്ചാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നമ്മുടെ ശാസ്ത്രമായാലും വേണ്ടില്ല, നമ്മുടെ സാഹിത്യമായാലും വേണ്ടില്ല, സംഗീതമായാലും വേണ്ടില്ല, ചികിത്സാശാസ്ത്രമായാലും വേണ്ടില്ല, ആധ്യാത്മികതയായാലും വേണ്ടില്ല, നിർമ്മിതി ശാസ്ത്രമായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, എല്ലാം ഈ ഭാഷയിലാണ്. സംസ്കൃത ഭാഷയിലാണ് ബുദ്ധിപൂർവം എന്ത് ചെയ്തേക്കണത്? എല്ലാം കേടാവാതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. കേടാവാതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് കാരണം നിങ്ങൾക്കറിയാം, മലയാളത്തില് അടിക്കുക പറഞ്ഞാൽ എന്താ? തല്ലുക എന്നാണ് അല്ലേ? പൊളിക്കുക എന്ന് പറഞ്ഞാൽ തകർത്ത് കളയുക എന്നാണ്. അടിക്കലും പൊളിക്കലും സൂചിപ്പിക്കുന്ന അർത്ഥങ്ങൾ ഒന്ന് തല്ലുക എന്നും ഒന്ന് തകർക്കുക എന്നും. രണ്ടും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി എന്നാണ് പറയാ. അതിന്റെ അർത്ഥം അപ്പം മാറി, വളരെ കേവലം നല്ലത് എന്നായിട്ട് മാറി. അടിപൊളി എന്ന അതേ അർത്ഥം തന്നെയാണ് തല്ലിപ്പൊളി എന്ന വാക്കിന്. പക്ഷെ തല്ലിപ്പൊളി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? മഹാകൊള്ളരുതാത്ത എന്നാണ്. ഒരേ വാക്ക് തന്നെ അല്ലേ? ഒരാൾ അടിപൊളിയാണ്, മറ്റവൻ വെറും തല്ലിപ്പൊളിയാണ്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം യഥാർത്ഥത്തിൽ ഇതല്ല. ഇങ്ങനൊരു തകരാറുണ്ട് ഭാഷയ്ക്ക്. അർത്ഥങ്ങൾ മാറി 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 വന്നുകൊണ്ടേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചികിത്സാശാസ്ത്രമാണ് വയറിളക്കത്തിന്, ഉദര രോഗങ്ങൾക്ക് കടലാടി എന്ന പേരായ മരുന്നാണ് കഴിക്കേണ്ടത് എന്ന് ആയുർവേദ ഗ്രന്ഥത്തിലുണ്ടെന്നിരിക്കട്ടെ. കടലാടി എന്ന മരുന്ന്, അതിനുള്ള പേര് സംസ്കൃതത്തിലുള്ളത് എന്തായാലും, ഇപ്പൊ കടലാടി എന്നുള്ളത് കുറെ കാലം കഴിഞ്ഞിട്ട് ഈ അർത്ഥം മാറിയതുപോലെ വേറൊരു സംഗതി ആയി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അസുഖമുള്ള ആളത് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഭാഷയ്ക്കുണ്ട്. ഭാഷയിലെ അർത്ഥങ്ങൾ മാറി മാറി വരും. അങ്ങനെ അർത്ഥം മാറിയാൽ എന്തായി പോകും? നമ്മുടെ പലതും അങ്ങനെ വരരുത്. അതുകൊണ്ട് ആദ്യന്തം പഴുതടച്ച് ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഇട കൊടുക്കാതെ വളരെ സുഘടിതമായി, വിജയകരമായി, വളരെ ഭംഗിയായി സംവിധാനം ചെയ്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഭാഷയാണ് സംസ്കൃതം. ഭാഷയിൽ ഉണ്ടാകാവുന്ന ന്യൂനതകളെ ഒക്കെ മാറ്റി സംസ്കരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോ സംസാരിക്കുക എന്നുള്ളത് ഭാഷയുടെ ഉദ്ദേശമാണ്. നേരത്തെ ഇവിടെ പറയുണ്ടായി ഇല്ലേ? ഭാഷ ആശയവിനിമയത്തിനുള്ളതാണ്. സംസ്കൃതത്തില് ആശയവിനിമയം നടത്താൻ പറ്റും. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നന്നായി സംസ്കൃതത്തിൽ സംസാരിക്കാൻ കഴിവുള്ളത് നമ്മുടെ സനൽചന്ദ്രൻ മാസ്റ്റർ തന്നെയാണ്. എത്ര അനായാസമായിട്ട് അദ്ദേഹം സംസ്കൃതത്തിൽ സംസാരിക്കാനോ, എനിക്കൊക്കെ വളരെയധികം അസൂയ തോന്നുന്നുണ്ട്. അത്ര കേമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. രാമായണത്തില് നമ്മുടെ ശ്രീരാമലക്ഷ്മണന്മാര്, ഈ വാൽമീകി രാമായണത്തിലാണ് കേട്ടോ, ശ്രീരാമലക്ഷ്മണന്മാരിങ്ങനെ ദൃശ്യമൂകാചലത്തിന്റെ പരിസരത്ത് കൂടി നടന്നപ്പോൾ
വേഷപ്രച്ഛന്നനായി അവിടെ ഹനുമാൻ വന്നെത്തുകയുണ്ടായി അവരുടെ മുമ്പിൽ. വന്നെത്തിക്കഴിഞ്ഞിട്ട് കുറെ നേരം അദ്ദേഹം സംസാരിച്ചു. ആ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഹനുമാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയേണ്ടത്, ലക്ഷ്മണ, തെറ്റാതെ നല്ല സംസ്കൃതത്തിൽ എത്ര ഭംഗിയായിട്ട് എത്ര നേരമായി അദ്ദേഹം സംസാരിക്കുന്നു, അദ്ദേഹം വളരെ അറിവുള്ള ആളാണ് എന്ന് സംശയമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ തെറ്റാതെ ഇത്രയും നേരം സംസ്കൃതത്തിൽ പറഞ്ഞുല്ലോ എന്ന അത്ഭുതത്തോടു കൂടി ശ്രീരാമൻ ലക്ഷ്മണനോട് പറയേണ്ട, അന്നത്തെ കാലത്തും സംസ്കൃതം പറഞ്ഞാൽ തെറ്റും, ഇന്നത്തെ കാലത്തും തെറ്റും. സംസ്കൃതം സംസാരിക്കുക എന്ന് പറയുന്നത് ആശയവിനിമയത്തിന് വേണ്ടി സംസ്കൃതം ഉപയോഗിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിലത്ര എളുപ്പത്തിൽ പറ്റണില്ല എന്നുള്ളതിൽ നമ്മളധികം സങ്കടപ്പെടേണ്ടതൊന്നുമില്ല. പക്ഷേ ഈ ഭാഷ ഉൾക്കൊള്ളണ ഒരു സംസ്കാരമുണ്ട് അല്ലെ. നമ്മളിപ്പോ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോ നേരിട്ട് മുഖത്തോട് മുഖം കണ്ടുകൊണ്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കേണ്ടവരാണ്. പക്ഷെ നമ്മള് ഇവിടെ ഓരോരോ ഗതികേടിന്റെ ഉരുക്കുകളിലും പെട്ട് പല ഭാഗത്തിരുന്നു കൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് അല്ലേ. നമ്മളൊരു കോവിഡ് കാലത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ മലയാളികളുടെ ആ സംഭാഷണത്തിന് കോവിഡ് കാലം എന്ന് പേരായിട്ടൊരു കാലം തന്നെ ഉണ്ടായിരിക്കും അല്ലേ. ഇതൊരു ഇങ്ങനെ ഈ ഒരു കഷ്ടപ്പാടിന്റെ കാലത്ത്, വെറുതിയുടെ കാലത്ത്, കെട്ടകാലത്ത് എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഒരു അതിജീവനത്തിന്റെയും ഒരു പ്രത്യാശയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഏത് ബുദ്ധിമുട്ടിനെയും മറികടക്കാനുള്ള മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും ഒക്കെ ഒരു കാലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അവിടെ തന്നെ സംസ്കൃതത്തിന്റെ പ്രസക്തി വന്നു. കാരണം എന്താണ് ഞാൻ ഇതിനെ കാണുന്നത്? ഞാൻ ഇതിനെ കാണി, ഞാനാരാ അത്ര വലിയ കേരളം അല്ലേ? ആരായി ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ത് പ്രാധാന്യമുള്ളത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പണ്ട് പ്രസിദ്ധ കവയിത്രിയായിട്ടുള്ള സുഗതകുമാരി ടീച്ചറുടെ കുട്ടിക്കാലത്ത് അവർ കവിത എഴുതി തുടങ്ങുന്ന കാലഘട്ടത്തില് അവര് കവിത എഴുതിയിരുന്നു. കവിത എഴുതിക്കിട്ട് അന്ന് കവിത പ്രസിദ്ധീകരിക്കാനുള്ള ഒരേ ഒരു മാധ്യമം മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് കവിത എഴുതി അയക്കും. കവിത എഴുതി അയക്കാറുള്ളത് എൻ്റെ പേരിലായിരുന്നു, ശ്രീകുമാർ എന്ന പേരായിരുന്നു അവർ ഉപയോഗിക്കാറുള്ളത് എന്ന് ഞാൻ വളരെ അഭിമാനപൂർവ്വം ഓർക്കുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ അങ്ങനെ ഒരു കള്ളപ്പേരിലാണ് കവിത എഴുതി അയക്കാറുണ്ടായിരുന്നത്. അപ്പൊ കവിത എഴുതി അയച്ചപ്പോ അവിടെ ആ പത്രാധിപ സമിതിയിൽ കവിതകളൊക്കെ നോക്കി വായിക്കുന്ന ആള് പ്രസിദ്ധ സംസ്കൃത പണ്ഡിതനായിരിക്കുന്ന NV കൃഷ്ണവാര്യരാണ്. അപ്പൊ കവിതകൾ വായിച്ചിട്ട് അദ്ദേഹം സുഗതകുമാരി ടീച്ചറോട് കത്തയച്ചു, നിങ്ങള് എന്താണ് നിങ്ങൾ ഈ കവിതയിലൂടെയൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ കൗതുകങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെയാണ് ഞാൻ കവിതയായിട്ട് അവതരിപ്പിക്കുന്നത്, അതാണ് ആവിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ കൗതുകങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും ഒക്കെ നിങ്ങളുടെയല്ലേ? നിങ്ങളാരാണ് വലിയ ഒരാള്? നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളല്ലേ? അത് ഇത്രയും സമൂഹത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ കവിത എഴുതുമ്പോൾ എന്ത് വേണം? നിങ്ങൾ സാമൂഹികമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മൊത്തം ദുഃഖത്തെ, ഒരു സമൂഹത്തിന്റെ പ്രത്യാശയെ, ഒരു സമൂഹത്തിന്റെ സന്തോഷത്തെ, സമൂഹത്തിന്റെ കൗതുകത്തെ, അതിനെയൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആവിഷ്കരിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വെറും നിങ്ങളല്ലേ. നിങ്ങൾക്ക് എന്തില്ല? ഒരു സാമൂഹികതയില്ല. നിങ്ങൾ ഇനി മുതൽ കവിത എഴുതുമ്പോൾ എങ്ങനെ വേണം? ഒരു സമൂഹത്തിന്റെ മൊത്തം കാഴ്ചപ്പാടിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഉൾക്കൊണ്ടുള്ള പാഠാണ് അല്ലേ. നമ്മള് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളുമല്ല, നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന്റെ മുഴുവൻ ദുഃഖത്തെ ഉൾക്കൊള്ളാനും ആവിഷ്കരിക്കാനും അതിനെപ്പറ്റി ആകുലതപ്പെടാനും തുടങ്ങുമ്പോഴേ നമുക്ക് ഒരു സാമൂഹികത ഉണ്ടാകും. അത് സംസ്കൃതത്തിന്റെ ഗുണമാണ്. NV കൃഷ്ണവാര്യർ എന്ന മഹാപണ്ഡിതൻ, സംസ്കൃത പണ്ഡിതൻ, ആ സംസ്കൃതത്തെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ പറ്റിയത്. ഞാൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അതിന് പറയാ അഹം എന്നാണ് അല്ലേ. അപ്പൊ ഞാൻ എന്നുള്ള ചിന്തയ്ക്ക് സംസ്കൃതത്തിൽ ഒരു പേരേ ഉള്ളൂ, അഹംബോധം, അഹങ്കാരം, അഹംഭാവം എന്നൊക്കെയാണ് അതിന് പറയാ. അഹം അല്ല. ഞാൻ എന്ന് പറഞ്ഞാല് അഹങ്കാരാണ്.
സംസ്കൃതം പഠിപ്പിക്കുന്നതാണ്. സംസ്കൃതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണത്. ഞാൻ എന്ന ചിന്ത ഒഴിവാക്കണമെന്ന് കമ്പോട് സംസ്കൃതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സംസ്കൃത ഭാഷ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സംസ്കൃത ഭാഷയുടെ സംസ്കാരം നമ്മളിൽ ഉണ്ടാക്കുന്ന ബോധമാണ് എന്ത്? അഹം എന്നുള്ളത് ഒഴിവാക്കുക. അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ പറ്റിയതല്ലേ. നമ്മുടെ ഭാഷ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സർവേഷാം സുസ്ഥിരസ്തു, സർവേഷാം ശാന്തിരസ്തു എന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന മഹത്തായിട്ടുള്ളൊരു ഭാഷയാണ്. അതാണ് സംസ്കൃതം ഉൾക്കൊള്ളുന്ന സംസ്കാരം. അപ്പോ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ ചിന്താഗതിയും നമ്മുടെ സംസ്കാരത്തിലും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് മനുഷ്യ സമൂഹത്തിന്റെ മൊത്തത്തില് ഉള്ള സുഖവും മൊത്തത്തിലുള്ള സന്തോഷവും മൊത്തത്തിലുള്ള പ്രത്യാശയും ഒക്കെയാണ് നമ്മളുടെ ഉണ്ടാകുന്നത്. അതാണ് സംസ്കൃതത്തിന്റെ ഒരു മഹത്വം. ഇത് സംസ്കൃത ഭാഷ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് സംസ്കൃതം പഠിക്കണം. അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് സംസ്കൃതം പാഠ്യവിഷയമാക്കണം. സംസ്കൃതം പഠിക്കാത്ത ഒരുവന് ഭാരതത്തിന്റെ സംസ്കാരം എന്ത് എന്നറിയാനുള്ള കഴിവ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. സംസ്കൃതത്തിൽ നിന്നുള്ള മൊഴി മുത്തുകളെടുത്ത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത എന്ന് നമ്മുടെ വിവേകാനന്ദ സ്വാമികള് ഭാരതത്തിലെ യുവത്വത്തിനോട് വളരെയധികം അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സംസ്കൃതത്തിന്റെ സംസ്കാരം. അതുപോലെ ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം, അതും സംസ്കൃതത്തിന്റെ വളരെ പ്രാധാന്യം. സംസ്കൃതത്തിന്റെ തത്വം ഉൾക്കൊണ്ടവരൊക്കെ മഹാന്മാരായിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഭാരതീയമായിട്ടുള്ള മേഖലകളിൽ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയിട്ടുള്ളവരൊക്കെ സംസ്കൃതത്തിന്റെ ഗരിമയും സന്തോഷവും ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള മഹാനായിരിക്കുന്ന ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്ര ബോസ്, അദ്ദേഹം തൻ്റെ അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുക്കാറുള്ള സംസ്കൃത കഥകളിൽ നിന്നാണ് സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട് എന്ന പ്രാഥമികമായിട്ടുള്ള ആശയം ഉൾക്കൊണ്ടിട്ടുള്ളത്. ആ ഒരു ചിന്താധാരയാണ് പിന്നീട് അദ്ദേഹത്തിനെ ആ തരത്തിലുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് പ്രാപ്തനാക്കിയത്, അതിനെ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സംസ്കൃതം ഓരോ മേഖലയിലുള്ള രാധാകൃഷ്ണൻ, മഹാത്മാഗാന്ധി, ഓരോ മേഖലയിലുള്ള ആളുകളെയും നമ്മുടെ കലാരംഗത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇല്ലേ, ഇപ്പോ ത്യാഗരാജനെ കുറിച്ചൊക്കെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ത്യാഗരാജൻ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ജീവിതത്തില് സംസ്കൃതം കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് രാമായണ തത്വങ്ങളും പുരാണ തത്വങ്ങളും അതുപോലെ വേദാന്ത തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചു. അല്ലെ, അദ്ദേഹത്തിന് ശ്രീരാമനെ തന്നെ ജപിച്ച് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശ്രീരാമനെ നേരിൽ കാണുന്ന പോലത്തെ ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. ആ സമയത്ത് സംഗീതം അദ്ദേഹത്തിന്റെ പുറത്തേക്ക് അങ്ങോട്ട് വരിക ചെയ്ത് ഇല്ലേ? എങ്ങനെ ബാലകനകമയചേല ബാലകനകമയചേല സുജന പരിപാല ശ്രീരമാലോല വിധൃത ശരജാല സുഖത കരുണാലവാല ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ ചിത്രം വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബാല കനകമയ ചേല സുജന പരിപാല ശ്രീരമാലോല വിധൃത ശരജാല ശുഭത കരുണാലവാല ഘനനീല നവ്യവനമാലികാഭരണ. എത്ര മനോഹരമായിട്ടുള്ള പദങ്ങളിലൂടെയാണ് ആദ്യത്തെ ഗാനം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. സംസ്കൃതം പഠിച്ചത് കൊണ്ടാണ് ഇല്ലേ? ആ പദത്തിന്റെ സൗന്ദര്യങ്ങൾ, കവിത്വം പുറത്തേക്ക് ഒരു തിരത്തള്ളലായിട്ട് വന്നു ചേരുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച്. അപ്പൊ സംഗീത രംഗത്ത്
പിന്നെ എല്ലാ പ്രസിദ്ധ സംഗീതജ്ഞരും ഭാരതീയ സംഗീതത്തിന് പ്രത്യേകിച്ചും കർണാടക സംഗീത രംഗത്തുള്ള മുത്തുസ്വാമി ദീക്ഷിതര് അദ്ദേഹം സംസ്കൃതത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുപോലെ വളരെ ചുരുങ്ങിയ ചില കൃതികൾ അദ്ദേഹം സംസ്കൃതത്തിലല്ലാതെ, ശ്യാമാശാസ്ത്രികൾ അദ്ദേഹം കൂടുതൽ സംസ്കൃതത്തിലും പിന്നെ തെലുങ്കിലും പിന്നെ തമിഴിലും എഴുതിയിരിക്കും. ത്യാഗരാജൻ തെലുങ്കിലും സംസ്കൃതത്തിലും തെലുങ്കും സംസ്കൃതവും ഇടകലർത്തി നേരത്തെ പറഞ്ഞ പോലെ മണിപ്രവാള രീതിയിലും ഒക്കെ അദ്ദേഹം എഴുതിയിരിക്കും. ഇവരൊക്കെ മഹാഭക്തരായിരുന്നു. ഇവരെല്ലാവരും സംസ്കൃതത്തിന്റെ കേമത്വം ഉൾക്കൊണ്ടിട്ടുള്ളവരാണ്. കഥകളിയുടെ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കഥകളി ഉണ്ടാക്കിയത് തന്നെ കേരളത്തിലെ കഥകളിയുടെ ആവിഷ്കർത്താക്കളിൽ ഒരാൾ തന്നെ നമ്മുടെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം തമ്പുരാൻ എന്ന പേരായിട്ടുള്ള ആളാണ്. അപ്പോ ഈ കോട്ടയം തമ്പുരാൻ കഥകളി ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഒരു കഥകളി പദത്തിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിലെയും ആ പദഘടന നിങ്ങൾ നോക്കിക്കോളൂ. അദ്ദേഹത്തിന്റെ കരുണ യതിമയി തരുണ ദിന മണി കിരണ പരിലസ തരുണ സര തീജ മസൃണ മൃദു തര ചരണ നട ശരണ കൗസ്തുഭാഭന. പദങ്ങളുടെ ഒഴുക്ക് കേട്ടോ നിങ്ങൾ. കരുണ യതിമയി തരുണ ദിന മണി കിരണ പരിലസ തരുണ സര തീജ മസൃണ മൃദു തര ചരണ നട ശരണ. കരുണ, എന്നിൽ കരുണയുണ്ടെങ്കിൽ തരുണ ദിനമണി, തരുണൻ യുവാവായിരിക്കും, ദിനമണി സൂര്യൻ, തരുണ ദിനമണി കിരണ അദ്ദേഹത്തിന്റെ കിരണം കൊണ്ട് വിടരുന്ന അരുണ സരസിജ ചുവന്ന താമരപ്പൂ പോലെ മസൃണ മൃദുത്വമുള്ള മൃദുതര ചരണ മൃദുവായിട്ടുള്ള കാലുകളോട് കൂടിയവനെ എന്ന് ശ്രീകൃഷ്ണനെ അദ്ദേഹത്തിന്റെ ആയുധമായ സുദർശന ചക്രം വിശേഷിപ്പിക്കുന്നു. അപ്പൊ ആ പദങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. കരുണ യതിമയി തരുണ ദിനമണി കിരണ പരിലസ തരുണ സരസിജ മസൃണ മൃദുതര ചരണ. അപ്പൊ മേഖലകളിൽ നിന്നുണ്ട്, എല്ലാ മേഖലകളിലും സംസ്കൃതമുണ്ട്. ഭാരതീയമായ എല്ലാത്തിലും സംസ്കൃതമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മളിലൂടെ നമുക്ക് ചുറ്റുമുള്ളതിനെ കാണണം. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി, ആ പ്രകൃതിയിൽ നിന്ന്, അതായത് പ്രാകൃതം എന്ന അവസ്ഥയിൽ നിന്ന് സംസ്കരിച്ചെടുത്തിട്ടാണ് സംസ്കൃതം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്കൃത പഠനത്തിലൂടെ നമ്മളുടെ മനസ്സിലുള്ള ആ പ്രകൃതി സഹജമായിട്ടുള്ള ചില മോശമായിട്ടുള്ള ചിന്താഗതികളെയും പ്രേരണകളെയും വാസനകളെയും മാറ്റി സംസ്കൃതമായിട്ടുള്ള സംസ്കരിക്കപ്പെട്ടിട്ടുള്ള വളരെയധികം ഉത്തമമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാനുള്ള പ്രേരണ, അഹം ഞാൻ എന്നുള്ളത് മാറിയിട്ട് എല്ലാവരും എന്നുള്ള ബോധത്തിലേക്ക് മാറാൻ ഉള്ള ഒരു പ്രേരണ സംസ്കൃത പഠനം കൊണ്ട് ഉണ്ടാവണം എന്നുള്ളത് ഇന്നത്തെ സംസ്കൃത സന്ദേശമാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ ആളുകളിലും ഉണ്ടാവേണ്ടുന്ന വ്യത്യാസം അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള നമുക്ക് ചുറ്റുമുള്ള പണ്ഡിതന്മാരിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് അടുത്തുള്ള തിരുവങ്ങാട് സ്കൂളിലെ ശ്രീ ഹരിപ്രസാദ് മാസ്റ്ററുണ്ട്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതനാണ്. സംസ്കൃത പഠനത്തിന്റെ എല്ലാ ഗുണങ്ങളും ആർജിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ ഒരു കവിത നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിപ്പോ 9ാം ക്ലാസ്സുകാർക്കുള്ളതാണ്. മാകന്ദ മഞ്ജരി. അപ്പൊ എനിക്ക് കുറച്ച് സമയമാണ് തന്നിട്ടുള്ളത്. അത് അലക്ഷ്യമായിട്ട് പലതും പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കുറച്ച് സമയം കൂടി മാകന്ദ മഞ്ജരി എന്ന കവിത നിങ്ങൾക്ക് മുമ്പിൽ, അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ വിദ്യാർത്ഥി പഠിക്കാൻ വരും. ഒരു പാഠം കൂടി കഴിഞ്ഞാൽ അതായിരിക്കും 9ാം ക്ലാസ്സിലാണ്.
അപ്പം അവർക്ക് വേണ്ടി മാകന്ധമഞ്ജരിയിലെ കുറച്ച് വരികൾ കൂടി ചൊല്ലിക്കൊണ്ട് നിങ്ങളോട് എല്ലാ തരത്തിലും സംസ്കൃത ചിത്തന്മാരായിരിക്കുക. സംസ്കൃതത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ നന്മയെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഞാൻ എങ്ങനെയാണോ ഞാനായിരിക്കുന്നത്, എൻ്റെ ഉള്ളിൽ ഒരു ഭാരതീയൻ എന്ന ചിന്ത ഉണ്ടാകാൻ ഏതൊരു ഭാഷയാണോ കാരണമായിരിക്കുന്നത് ആ ഭാഷ പഠിക്കുകയും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ അഭിമാനത്തോടുകൂടി കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകൽ എന്നുള്ളത് കൂടി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ കവിത കൂടി കുറച്ച് ഭാഗം ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. നിങ്ങൾക്ക് ഈ ശ്രാവണികം 2021 എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മട്ടന്നൂർ സ്കൂളിലെ സംസ്കൃത ക്ലബ്ബ് മഹസ്വാണി എന്ന പേരിലുള്ള സംസ്കൃത ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉത്തരോത്തരം ഏറ്റവും പ്രസിദ്ധങ്ങളും അർത്ഥപൂർണങ്ങളും വിജയപ്രദങ്ങളുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നതോടൊപ്പം ഈ ഒരു കവിതയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നത് അറിയിക്കും. അങ്കണസ്ഥിതാദാമ്രാ പ്രഥമേ ഫലേച്യുതേ മാതുരക്ഷിത്യാ ക്ഷണാത് അപതോദകം ചതുർമാസേഭ്യോ ലിപ്സയാ പ്രതീക്ഷിതേ ബാലമാദന്തേ സുതപ്രസവേ പ്രവർത്തിതേ വത്സലാത്മജോ മാതു ഉദുതാദേകം ചൂതസ്തവകം ആഹ്ലാദാധികം സംപ്രാപ്തവാൻ ഋഷയാ മാതാവത് കുല്ലിതം ഇച്ഛം ശിശോ ഋഷയാ മാതാവത് കുല്ലിതം ഗുച്ഛം ശിശോ ലീലയാ ത്വയാ ഖല ഭഞ്ജിതം കഷ്ടം കഷ്ടം പതിതേ ചൂതേ ക്ഷണാത് സ്വീകർത്തും യോഗ്യോ ഭവാൻ മഞ്ജരീം നാദ്യഹോ താടനവ്യഥാ ഭാവാ മാതുരാക്ഷേപം ശ്രുത്വാ പുത്രസ്യ മുഖം ഭോജം നിഷ്ഫലം തപ്താശ്രുതിർ വൈവർണ്യമാപ്തം ക്ഷണാ മാകന്തം സമാഹർത്തും നാഗമിഷ്യാമീത്യുക്ത്വാ സ്തബകം പുത്രോക്ഷിപത് സുന്ദരം ഭൂമൗ ശുചാ ഭാഷണം യഥായോഗ്യം കർത്തുമജ്ഞാതാഃ ബാലാഃ ദീർഘദൃഷ്ടാരോ യൂയം സമർത്ഥാഃ ദൈവജ്ഞാസ്തേ ഗ്രീഷ്മമാർത്താണ്ഡാം സുഭിർ മാകന്ദേ മരകതം കാഞ്ചന സൗഗന്ധികം സമഭൂത് തസ്മാത് പൂർവം മാകന്ദം സമാഹർത്തും നോത്സുകോ ഭൂത്വാ മാതുരർഭകഃ പുംസ്കോകിലോപ്യഗച്ഛത് സുരലോകം അമരപ്രിയസോപി ജ്ഞാതിഷു വിമുഖഃ സൻ സന്തതം ക്രീഡാലോലോ വിഹരത്യസ്മിൻ കാലേ അങ്കണസ്ഥിതാദാമ്രാ പ്രഥമേ
ഫലേ സ്തുതേ മാതുരക്ഷിഭ്യാം ക്ഷണാത് അപദം. ഒരു തവണ കൂടി എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സംസ്കൃത ദിനത്തിന്റെ മഹത്വവും അതിന്റെ ദിവ്യതയും അതിന്റെ പ്രൗഢിയും ഒക്കെ ഉൾക്കൊള്ളാറാവട്ടെ. ഉത്തരോത്തരം ഈ ഭാഷയെ പ്രചരിപ്പിക്കുന്നത് അവനവന്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുവാനുള്ള മനസ്ഥിതി എല്ലാ സംസ്കൃത വിദ്യാർത്ഥികളും എന്ന് ആശംസിക്കുന്നു. ജയതു സംസ്കൃതം, ജയതു. ഒരുപാട് നന്ദി മാഷെ. നമ്മളെ ശരിക്കും ആസ്വദിച്ചു മക്കളെല്ലാവരും. ഒരാള് പോലും ലെഫ്റ്റായി പോവോ അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്യോ ഒന്നും അവർക്ക് ഫോണിൽ തൊടാൻ പോലും സമയം ഉണ്ടായില്ല. അത്രയും ലയിച്ച് മാഷിന്റെ പാട്ടും വാക്കുകളും കേട്ടു. വളരെ സന്തോഷം. വേറൊരു കാര്യം കൂടി, നമ്മുടെ പാഠപുസ്തക വർക്ക്ഷോപ്പിലൊക്കെ വളരെ നല്ല രീതിയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ശ്രീകുമാർ മാഷ്. നമ്മളൊക്കെ ഇന്ന് പഠിക്കുന്ന പാഠപുസ്തകത്തിന്റെ തയ്യാറാക്കുന്ന സമിതിയിൽപ്പെട്ട ആള് കൂടിയാണ്. ഇനിയും നമുക്ക് നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ ഒരു പാഠം തന്നെയുണ്ട്. നമുക്ക് സംഗീതത്തിന് വേണ്ടി ഒരു പാഠം, ആ പാഠം എഴുതിയത് മാഷാണ്. നമ്മളെല്ലാവരും ആ പാഠം കണ്ടിട്ടുണ്ടാവും. ആ പാഠത്തിന്റെ അങ്ങനെ ഒരു വിഷയം ആ പാഠപുസ്തകത്തിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പാഠം നമുക്ക് നമ്മുടെ സംഗീത വേദികളിലൊക്കെ നമ്മൾ കേൾക്കുന്ന സംഗീതങ്ങളുടെ വരികളൊക്കെ ചേർത്തുകൊണ്ട് നിധിജാല സുഗമ, അതുപോലെ പിന്നെ എന്തൊരു മഹാനുഭാവലു എന്നുള്ള വാക്കുകളൊക്കെ നമ്മുടെ സംസ്കൃതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെയൊക്കെ അവതരിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് ശ്രീകുമാർ മാഷിൻ്റെതായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ വേദിയിൽ വന്ന് ഇത്രയും സമയം നമ്മളോട് സംസാരിച്ച ശ്രീകുമാർ സാറിന് ഇവിടെ വ്യക്തിപരമായിട്ടുള്ള നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. വളരെയധികം സന്തോഷം സാർ. ഈ സമയത്ത് നമ്മുടെ ഒരു സംസ്കൃത ദിന പ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് ദേവാംഗന സാഗറാണ്. ദേവാംഗനയെ സംസ്കൃത ദിന പ്രതിജ്ഞയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. സംസ്കൃത ദിന പ്രതിജ്ഞ. സംസ്കൃതം മമ ജീവവാണി. തസ്യാഹ സമൃദ്ധായാം ജ്ഞാനാവിധായാം പൂർവിക സമ്പത്തൗ അഭിമാനി ഭവാമി. സംസ്കൃത പഠനം മമ വിനയ ആത്മഗൗരവ സദാചാര സാമൂഹ്യ ബോധാധീനാം സദ്ഗുണാനാം വികാസായ പ്രഭാവയതി. വസുദൈവ കുടുംബകം സത്യമേവ ജയേതി. സർവേ ഭവന്തു സുഖിനഃ ഇത്യാദിഭിः ആപ്തവചനൈः രാഷ്ട്രस्य അഖണ്ഡത ഐക്യം ച സംസ്കൃതഭാഷായാം സുരക്ഷിതം ഇതി വിവേചയാമി. അഹം ജാതി വർഗ സ്ത്രീ പുരുഷ ഭേദ ബുദ്ധിം വിനാ സംസ്കൃതഭാഷാ പഠനെ തഥാ പ്രചാരണേ ച സദാ സർവദാ പ്രയത്നം കരോമി. സ്നേഹമയീ മാതാ സ്വപുത്രാൻ ഇവ അന്യഭാഷ അപി ആദരിഷ്യേ. ജയതു ഭാരതം, ജയതു ഭാരതി. ദേവാംഗന സാഗറിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സംസ്കൃത ദിന പ്രതിജ്ഞയാണ് നമ്മൾ എടുത്തത്. നമ്മുടെ എല്ലാ കുട്ടികളും ഈ പ്രതിജ്ഞ ഒരുവിധം എല്ലാവരും റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നന്നായി എല്ലാ കുട്ടികളും പങ്കെടുത്തു. ഇനി നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ കൃഷ്ണകുമാർ കണ്ണോത്ത്, അദ്ദേഹം ചരിത്രകാരനും അതുപോലെ നല്ല പ്രഭാഷകനും ആകാശവാണി കണ്ണൂരിൽ അനൗൺസർ ആയി ജോലി ചെയ്യുന്ന ആളുമാണ്. നമ്മുടെ ശ്രീകുമാർ സാറിന്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ആശംസാ ഭാഷണമാണ് നടക്കാൻ പോകുന്നത്. ആശംസാ ഭാഷണത്തിനായി ശ്രീ കൃഷ്ണകുമാർ കണ്ണോത്ത് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും അവരവരുടെ മൈക്ക് ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ ആശംസാ ഭാഷണം ആരംഭിക്കുകയായി. എല്ലാവർക്കും നമസ്കാരം. ലോക സംസ്കൃത ദിനത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ അല്പനേരം സംസാരിക്കാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം ആദ്യമേ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. സംസ്കൃത ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഭാഷയോട് താല്പര്യമുള്ള ആളുകളാണ് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.
സംസ്കൃത ഭാഷയെ സ്നേഹിക്കുന്ന ആളുകളോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഏറ്റവും അധികം പഴക്കമുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം. നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവിയൊക്കെ ലഭിക്കുന്നത് തന്നെ 1500 വർഷത്തെ പഴക്കം അധികാരികൾക്ക് മുമ്പിൽ സമർത്ഥിക്കാൻ സാധിച്ചിട്ടാണ്. പക്ഷെ 5000 വർഷം മുൻപ് തന്നെ പ്രചാരത്തിലുണ്ടായിരുന്നൊരു ഭാഷ സംസ്കൃതം. അതിൻ്റെ 5000 വർഷം മുമ്പ് ഇന്ത്യ അതൊരു സങ്കല്പമില്ലെങ്കിൽ കൂടി ഈ ഉപഭൂഖണ്ഡത്തിൽ വേറിട്ട ഒരു ഭാഷയ്ക്ക് ലോക ഭാഷയോളം തന്നെ, അല്ലെങ്കിൽ ലോകത്തിന്റെ മാതൃഭാഷ അല്ലെങ്കിൽ ഭാഷകളുടെ മാതാവ് എന്ന പദവിയിലേക്ക് ഉയരാൻ സാധിച്ചത് നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനമുള്ളൊരു കാര്യമാണ്. ഏതൊരു ഭാഷയും പരിണാമത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, മലയാള ഭാഷ സംസ്കൃതവും തമിഴും പിന്നെ മണിപ്രവാളവും ചമ്പുക്കളും അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ട് പരുവപ്പെടുത്തപ്പെട്ട ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം. ഈ ഭാഷ തന്നെ ഭാഷാപിതാവായ എഴുത്തച്ഛന്റെ കാലത്തെ ഭാഷയല്ലേ, ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. പ്രാദേശികമായ വ്യത്യാസങ്ങൾ, ദേശകാല ഭേദങ്ങൾ ഭാഷയിൽ സ്വാഭാവികമാണ്. കാലഭേദം പറഞ്ഞു കഴിഞ്ഞു. എഴുത്തച്ഛന്റെ കാലത്തല്ല ഭാഷയല്ല ഇന്ന്, അല്ലെങ്കിൽ നമ്മുടെ കവിത്രയങ്ങളുടെ ആദ്യത്തെ കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളുടെ കാലത്തെയും ആധുനിക കവികളുടെ കാലത്തെയും ഭാഷയല്ല മലയാളം. ദേശഭേദം പോലെ തന്നെയാണ് കാലഭേദവും. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഒരു ചെറിയൊരു പ്രദേശത്ത് ഏതാണ്ട് ഒരു 3.5 കോടി ജനങ്ങൾ മാത്രം സംസാരിക്കുന്ന ഈ ഭാഷയിൽ തന്നെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. ആര്യവൽക്കരണത്തിന്റെയും ബ്രാഹ്മണ മേധാവിത്വത്തിന്റെയും സവർണാധിപത്യത്തിന്റെയും ഒരു ഉപാധിയായി ഈ ഭാഷയെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിന്റെ മധ്യകാല സമൂഹത്തിന്റെ ഒരു അപജയമായി തന്നെ നമുക്ക് കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ സംസ്കൃതത്തിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ ഗുണം അങ്ങനെ ആയിരുന്നില്ല എന്ന് നമ്മുടെ ഭാഷയെ ആഴത്തിൽ പഠിച്ചത് മനസ്സിലാക്കി. രാമായണം നമുക്ക് സുപരിചിതമായ ഈ സാന്ദർഭികമായിട്ട് പറയുകയാണ്. രാമായണം അത് ആര്യദ്രാവിഡ സംഘട്ടനമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡന്മാർക്ക് അതുപോലെ പിന്നീട് വന്ന ആര്യന്മാരും തമ്മിൽ ആര്യദ്രാവിഡ സംഘട്ടനം ഉണ്ടായി. ഏതാണ്ട് 1500 വർഷക്കാലം ആര്യദ്രാവിഡ സംഘട്ടനം ഉണ്ടായി. അതിനുശേഷമാണ് ആ വടക്കേ ഇന്ത്യയിൽ നിന്ന് ആര്യന്മാര് തെക്കേ ഇന്ത്യയിൽ, ദ്രാവിഡന്മാര് തെക്കേ ഇന്ത്യയിലേക്ക് ഓടിക്കുകയും നമ്മൾ തെക്കേ ഇന്ത്യക്കാരായ ദ്രാവിഡന്മാരാണ്, നമ്മുടെ തലസ്ഥാനം കിഷ്കിന്ധയാണ്, വാനരന്മാരാണ്. ആ ദ്രാവിഡം തെക്ക് ശ്രീലങ്ക വരെ എത്തിച്ചു. പക്ഷെ 1500 കൊല്ലത്തിന് ശേഷം ഈ ആര്യ ദ്രാവിഡ സങ്കലന സംസ്കാരം, അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ കൾച്ചർ. പക്ഷെ ഈ രാമായണത്തില് ആര്യനായ ശ്രീരാമൻ ദ്രാവിഡനായ രാവണനെ കൊല്ലുന്നത് ദ്രാവിഡരായ കിഷ്കിന്ധയിലെ സുഗ്രീവിന്റെയും ഹനുമാന്റെയും അവരുടെ വാനരപ്പടയുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു. ആര്യദ്രാവിഡ സംഘടനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് നമുക്ക് രാവണനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ചില ചരിത്രകാരന്മാർ 1992 ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ അത് ശ്രീരാമന്റെ കൂട്ടരോട് രാവണന്റെ കൂട്ടരുടെ പ്രതികാരമാണെന്ന് ചിലര് അല്പസരസമായിട്ടെങ്കിലും ചരിത്ര വിദ്യാർത്ഥികളും കുതുക്കികളും പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ദ്രാവിഡനാണ്. ശ്രീലങ്ക ദ്രാവിഡൻ. പക്ഷെ ആ ദ്രാവിഡനായ ഒരു രാക്ഷസനെ, അസുരനെ നിഗ്രഹിക്കാൻ ആര്യനായ ശ്രീരാമൻ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ സൈനിക ബലം. ശ്രീരാമനും ലക്ഷ്മണനും ഒഴികെ ബാക്കി എല്ലാവരും ദ്രാവിഡന്മാരാണ്. യഥാർത്ഥത്തിൽ ആര്യദ്രാവിഡ സംഘട്ടനം എന്ന് വിവക്ഷിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ ഒരു അസുരനെ അല്ലെങ്കിൽ സമൂഹത്തിൽ നാശം വിതയ്ക്കുന്ന ഒരാളെ ഇല്ലായ്മ ചെയ്യുവാൻ ആര്യനും ദ്രാവിഡനും സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം നമുക്ക് രാമായണത്തെ ഉയർത്താൻ.
സംസ്കൃതത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. മഹാബലിയുടെ കാര്യം പറഞ്ഞാലും വാമനപുരാണം സംസ്കൃത കാവ്യമാണ്. അതിൽ അവിടെ നമുക്ക് മഹാബലി ഒരു അസുരനാണ്. വിഷ്ണുവിന്റെ അവതാരമായ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു, നല്ല രാജാവായ. പക്ഷെ ഓണത്തിന്റെ ഐതിഹ്യങ്ങളിൽ നമുക്ക് ചരിത്രമുണ്ട്, ഐതിഹ്യമുണ്ട്, പ്രകൃതിയുടെ പശ്ചാത്തലമുണ്ട്. പ്രകൃതിയുടെ പശ്ചാത്തലം മാത്രമാണ് നമുക്ക് വിശ്വസനീയമായ ഒരു കാര്യം. തൊടികളില് ചെടികൾ പൂക്കുമ്പോൾ അല്ലെങ്കിൽ കായ്ക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലും നിറയുന്ന സന്തോഷമാണ് ഓണം. ചരിത്രം പറഞ്ഞ മഹാബലി പെരുമാളിന്റെ തൃക്കാക്കര ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണമൊക്കെ പറയും. പക്ഷേ ഈ പുരാണത്തില് വാമനൻ ഈ മഹാബലിക്ക് മോക്ഷം നൽകുകയാണ്. മഹാബലിയുടെ മുത്തച്ഛൻ ഹിരണ്യകശിപുവാണ്. ഹിരണ്യകശിപുവിനെ വളരെ ക്രൂരമായി കൊല ചെയ്യുകയാണ്. അപ്പോ കാരണം ഹിരണ്യകശിപു വളരെ ക്രൂരനായിരുന്നു. അദ്ദേഹം ഒരു നല്ല ഭരണാധികാരി ആയിരുന്നില്ല. നല്ല ഭരണാധികാരി അല്ലാത്ത ജനങ്ങൾക്ക് ദ്രോഹം നൽകുന്നവരെ അതേ രീതിയിൽ ശിക്ഷിക്കുകയും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് മഹാബലി എന്ന്. ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആമോദത്തോടെ എല്ലാവരും വാഴുന്ന ഒരു ഭരണം കാഴ്ചവെച്ച മഹാബലിക്ക് വിഷ്ണു ഒരു മോക്ഷം നൽകുന്നു എന്നുമാണ് ഈ വാമന പുരാണത്തിന്റെ ഒരു അർത്ഥം. നമ്മൾ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ കേവലം ആര്യവൽക്കരണത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് സമർത്ഥിക്കാനാണ് കാലികമായ 2 കാവ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ശ്രമിച്ചത്. ഈ സംസ്കൃതത്തിലാണ് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ ഗംഗ എത്ര തവണ ഒഴുകിയാലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ അചഞ്ചലത അല്ലെങ്കിൽ അതിന് വേറെയൊന്നും പോറലേറ്റിട്ടില്ല നമുക്ക് പറയുന്നത്. ഒരു 16-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ നമ്മുടെ രാജ്യം പലരുടെയും ആക്രമണത്തിന് വിധേയപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ സാധാരണ പറയുന്നത് നല്ല മണമുള്ള പൂവിൽ മാത്രമേ വണ്ടുകൾ ചെന്നിരിക്കാറുള്ളൂ. അതുപോലെ ഇന്ത്യ സമ്പന്നമാണ്, സാംസ്കാരികമായും സാമ്പത്തികമായും പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ലോകത്തിന്റെ എല്ലാ ശക്തികളും നമ്മളെ നേരെ വരാൻ തന്നെ കാരണം നമ്മുടെ ഈ സൗകര്യമാണ്, സമ്പത്താണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വിദേശ ശക്തികൾ വന്നു പോയിട്ടും ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷുകാർ വന്നു പോയിട്ടും നമ്മുടെ സംസ്കാരം ഏറെയൊന്നും പോതലേൽക്കാതെ കുറേയധികം ഡാമേജ് ഉണ്ടായെങ്കിൽ കൂടി അതിലൊരു ഏറ്റവും നല്ലൊരു സംസ്കൃത ഭാഷ തന്നെയാണ്. ഒരുപക്ഷെ സംസ്കൃത ഭാഷയുടെ മഹത്വം കണ്ടെത്തിയത് നമ്മുടെ ഭാരതീയരെക്കാൾ കൂടുതൽ ഇംഗ്ലീഷുകാരാണ്. മാക്സ് മുള്ളറിന്റെ ഒക്കെ 1856 തോന്നുന്നു അദ്ദേഹത്തിന്റെ ഋഗ്വേദങ്ങളുടെ ഒരു ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ഒരുപാട് വിദേശ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. പാണിനിയുടെ നമുക്കറിയാം, പാണിനി സംസ്കൃതം പഠിക്കുന്നവരോട് ഞാനിത് പറയണമെന്നില്ല. അപ്പോൾ ലോക പണ്ഡിതന്മാരെങ്കിലും അത് അനവധി ഉണ്ടായത് ഈ സംസ്കൃത ഭാഷയിലാണ്. ഭാഷ കൊണ്ട് നമുക്ക് സമ്പന്നമായ ഒരു സംസ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഈ ശുദ്ധി, ഞാൻ നേരത്തെ പറഞ്ഞ ശുദ്ധീകരിക്കപ്പെടുക, സംസ്കരിക്കപ്പെടുക, സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ അസംസ്കൃതത്തിന്റെ ഓപ്പോസിറ്റാണ് സംസ്കൃതം എന്നത്. നമ്മളൊരു അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് അത് സംസ്കരിച്ചെടുക്കുക. ഒരു കരിക്കല്ല് ഒരു അസംസ്കൃത വസ്തുവാണ്. അതില് ഒരു ശില്പി തന്നെ ഉള്ളിക്കൊണ്ട് കോറി ഒടുവിൽ അതിൽ നല്ലൊരു കാവ്യം തുളുമ്പുന്ന, കവിത തുളുമ്പുന്ന ഒരു ശില്പം പൂർത്തിയെടുക്കും. ആ ശില്പമാണ് യഥാർത്ഥത്തിൽ സംസ്കൃതം. അപ്പൊ അസംസ്കൃതമായ നമ്മളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഭാഷ കൊണ്ട് അതിനെ നമ്മൾ കൊത്തിയെടുക്കുന്നത് എന്താണ്? ഈ ശില്പി ഈ കരിക്കല്ലിൽ അല്ലെങ്കിൽ മരത്തിൽ ഉള്ളികൾ കൊണ്ട് കൊത്തി കളയുന്നത് അതിലാവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൽ, സ്വഭാവത്തിൽ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥയിൽ അനാവശ്യമായ കുറെ ചീളുകൾ അടങ്ങിയിരിക്കുന്നത്. ഈ ചീളുകൾ ഉളികൾ കൊണ്ട് കൊത്തി കളയുക. ആ ഉളിയാണ് യഥാർത്ഥ സംസ്കൃതം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നും അറിയാം, ഈ കോവിഡിന്റെ ഒരു മഹാവ്യാധിയുടെ പിടിയാണ് നമ്മളെല്ലാം. ഈ മഹാവ്യാധിയിൽ നമ്മൾ അതുകൊണ്ട് പലതരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ. അതിനെ ഒരുതരം പൊരുത്തലാണ്, പോരടിച്ച് വിജയിക്കുകയാണ് നമ്മൾ. ഒരു 1.5 വർഷക്കാലം പിന്നിട്ട് കഴിഞ്ഞു. ഇത് നമുക്ക് സാധ്യമാകുന്നത് ഭാഷാ ജ്ഞാനം കൊണ്ടാണ്. സംസ്കൃതം മാത്രമല്ല, ഏതൊരു ഭാഷയും. ഒരുപക്ഷെ നമ്മുടെ എല്ലാവർക്കും അറിയാത്തൊരു ഭാഷ ആയതുകൊണ്ടാണ് സംസ്കൃതത്തിലൂടെ നമുക്ക് മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ സാധിക്കാത്തത്. അത് സംസ്കൃതത്തിൽ അതിനുവേണ്ടി രചിക്കപ്പെട്ട കാവ്യങ്ങളുടെ മലയാള തർജ്ജമകൾ നമുക്ക് വായിക്കുമ്പോൾ
ഒരുപക്ഷെ ഈ പറഞ്ഞ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് വലിയൊരു മോചനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആധുനിക കാലത്ത് പോലും ഏറ്റവും അധികം പഴക്കമുള്ള 5 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ രൂപം കൊണ്ടൊരു ഭാഷയ്ക്ക്, അത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വളരെയൊന്നും തകരാറിലാവാത്ത ഒരു ഭാഷയ്ക്ക് കാലിക പ്രസക്തിയുണ്ട്. വർത്തമാനകാലത്ത് മാത്രമല്ല, ഭൂതകാലത്തിലേക്കും അതിൻ്റെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷാ ദിനാചരണത്തിനും ഓരോ വർഷം കഴിയുമ്പോഴും പ്രസക്തി കൂടിക്കൂടി വരികയാണ്. സംസ്കൃത ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത്. ഈ വിദ്യാലയത്തിൽ ഈ വർഷത്തെ സംസ്കൃത ഭാഷാ ദിനാചരണത്തിന് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിന് സംഘാടകരുമുള്ള അകൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഔപചാരികമായി നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടുന്ന അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം നമ്മുടെ ഈ ഒരു പരിപാടിയുടെ സമാപന ചടങ്ങിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഉള്ള നന്ദി പ്രകാശനം നടത്തുന്നതിന് വേണ്ടി ശ്രീ വിഷ്ണു മാഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കേൾക്കാവോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. മട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മഹസ്വാണി സംസ്കൃത സമിതിയുടെ ഈ വർഷത്തെ സംസ്കൃത ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ശ്രാവണികം 2021 നമ്മൾ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ശ്രീകുമാർ മാസ്റ്ററുടെ മൈക്കൊന്ന് ഓൺ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശൈല ടീച്ചറുടെ ഉദ്ഘാടന പ്രസംഗവും നല്ല രീതിയിൽ നമ്മൾ കേട്ടു. ആദ്യമായി നമ്മുടെ ഈ മീറ്റിങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച KK ലീന ടീച്ചർക്ക് നമ്മുടെ മഹസ്വാണി സംസ്കൃത സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്ന ശൈലജ ടീച്ചർ, ബഹുമാനപ്പെട്ട മട്ടന്നൂർ MLA, അവർക്കും നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീകുമാർ മാസ്റ്റർ, ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ, അതുപോലെ തന്നെ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലിന്റെ സെക്രട്ടറി കൂടിയായ ശ്രീകുമാർ മാസ്റ്റർക്കും നന്ദി അറിയിക്കുന്നു. നല്ല രീതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് മുന്നോട്ട് നയിക്കുന്ന മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ വിഷ്ണുമാർ സാറിനും മഹസ്വാണി സംസ്കൃത സമിതിയുടെ പേരിൽ നന്ദിയുടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവിധത്തിലും സഹകരിച്ച നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ ഹെഡ് മിസ്റ്റേഴ്സിന്റെ അനുമതിയോടുകൂടി ഈ യോഗം അവസാനിച്ചതായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇത്രയും നേരം അച്ചടക്കത്തോടു കൂടിയിരുന്ന മുഴുവൻ കുട്ടികൾക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ കേട്ട ഈ പരിപാടിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് കമന്റ്സ്, ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കുണ്ടായ അനുഭവം എനിക്ക് വോയിസ് ആയി നിങ്ങൾ അയച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ ശ്രീകുമാർ സാർ? ഓക്കെ സാർ. ഓക്കെ, ധന്യവാദ. എല്ലാവർക്കും നമസ്തേ. നമസ്തേ.